അങ്ങനെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ടിവികെയും DMKയും തമ്മിൽ കൂട്ടത്തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തഞ്ചാവൂർ നടന്ന ഒരു പരിപാടിയിൽ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ഒരു പരാമർശനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നടി തൃഷയെ ചെറുതായിട്ടൊന്ന് ഡബിൾ മീനിങ് ഉള്ള വേർഡ് അങ്ങ് ഉപയോഗിച്ചു. അതെന്തായിരിക്കുമെന്നല്ലേ, അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன അതായത് എങ്ക തണ്ണി വന്നാലും പറവേലേ അങ്ക തണ്ണി വരണം. ഞാനൊന്ന് മലയാളീകരിച്ച് പറയാം. എവിടെ വെള്ളം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, CMക്ക് അതായത് CMന് അവിടെ വെള്ളം വരണം. അതിന്റെ ഇടയിൽ കുറച്ച് പാർട്ടിക്കാര് തൃഷ 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 എന്ന് പറയുന്നത് കേട്ടില്ലേ? അപ്പൊ സംഭവം ഏകദേശം മനസ്സിലായല്ലോ. അപ്പോ നടി തൃഷയെ ഡബിൾ മീനിങ്ങോട് കൂടി പദപ്രയോഗം നടത്തി എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഉദയനിധി സ്റ്റാലിൻ പറയുന്നതോ തനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷെ അത് അതിര് കടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇന്ന് വരും. പക്ഷെ DMK പറയുന്നതോ ഇതൊരു രാഷ്ട്രീയ പ്രതികരണം എന്നാണ്. അതായത് കാവേരി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ TVK സർക്കാർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കുതന്ത്രം, അതായത് വഴി തിരിച്ചു വിടാൻ എന്നർത്ഥം. ഇനി എന്താണ് കാവേരി വിഷയം എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചുരുക്കി പറഞ്ഞുതരാം. അതായത് തമിഴ്നാട് സർക്കാർ കർണാടകത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഉത്തരവ് കർണാടക നടപ്പിലാക്കുന്നില്ല എന്നാണ് തമിഴ്നാടിന്റെ പരാതി. മതിയായ വെള്ളം അവിടെ ഉണ്ടായിട്ടും കർണാടക വെള്ളം തുറന്നുവിടുന്നില്ല എന്നാണ് തമിഴ്നാട് സർക്കാർ ആരോപിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു കാരണമാവൂ? DMKക്കാളും TVKക്ക് ആഗ്രഹം ഉണ്ടാവും ഇതെന്തായാലും കൊണ്ടുവരണം എന്നുള്ളത്. കാരണം വെള്ളം എല്ലാവർക്കും ആവശ്യമാണ്. എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ച് അവരുടെ പ്രതിപക്ഷ നേതാവിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആ പ്രസംഗം നടന്നതിന് ശേഷം 24 മണിക്കൂറിനകമാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം എന്ന് പറയുമ്പോൾ BJP അടക്കം വന്ന് മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ ഒരടി പോലും പിന്നോട്ട് വെക്കാതെ താൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. തെറ്റായ കാര്യങ്ങളൊന്നും അദ്ദേഹം അവിടെ പരാമർശിച്ചിട്ടില്ല, അഥവാ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. അഥവാ അത് മാറ്റി പറയാനോ അദ്ദേഹം അവിടെ തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, അപമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. അതായത് കാവേരി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്സാഹക്കുറവ്, അതിനെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു താല്പര്യമില്ലായ്മ, മനസ്സിലായല്ലോ. അപ്പൊ അതിൽ വേറെ ആരെയും അപമാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നിയമപരമായി തന്നെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് DMKയുടെ തീരുമാനം. ഇപ്പോ തമിഴ്നാട് നല്ല രീതിയിൽ ഇളകിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്തൊക്കെ അങ്ങോട്ട് പോകുന്നവർ സൂക്ഷിച്ചോ, അടി കൊട്ടാൻ വേറെ എവിടേക്കും പോണ്ട. നീയൊക്കെ റോഡ് കൂടെ നടന്നാൽ തന്നെ ചിലപ്പോൾ അടി വാങ്ങിയിട്ട് വരേണ്ടി വരും, ശ്രദ്ധിക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് അനുകൂലമായ വിധി വരുമെന്നാണ് DMK പറയുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്താലല്ലേ ശിക്ഷ കിട്ടുള്ളൂ. എന്തായാലും പറഞ്ഞ കാര്യത്തിൽ പിന്നോട്ടില്ല, ഡബിൾ മീനിങ്ങോട് കൂടി ഒന്നും അവിടെ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉദയനിധി സ്റ്റാലിൻ. ആ കാര്യത്തിൽ എന്തായാലും, കാരണം മിനിറ്റിന് വാക്ക് മാറ്റി പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. അതങ്ങ് തമിഴ്നാട് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പൊ ഇത്രയും കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ, ആ വീഡിയോ നിങ്ങളും കണ്ടതാണ്, ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പൊ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ആ പരാമർശം നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അപ്പൊ എന്തായാലും അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ഈ വീഡിയോന്റെ ബാക്കി ഭാഗങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.